ഹലോ ഓൾ, നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഏലാഞ്ചി മയ്യത്തപ്പം ലവ് ലെറ്റർ എന്നൊക്കെ വിളിക്കുന്ന സാധനം തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് മൈദ, ഒരു മുട്ട, പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു നുള്ളു പഞ്ചസാര, പാകത്തിന് വേണ്ട വെള്ളം. വെള്ളം എന്ന് പറയുമ്പോൾ നമുക്ക് 1 കപ്പ് വെള്ളത്തോളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, ആ കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് വേണ്ടത്. അങ്ങനെ നമ്മൾ അരച്ചെടുത്ത മാവ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കാം. 4 ഏലക്കയും കൂടി ചേർത്തിട്ടാണ് ഞാൻ ആവശ്യത്തിന് വേണ്ട പഞ്ചസാര പൊടിച്ചെടുക്കുന്നത്. ഇത് ഫില്ലിങ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഫില്ലിങ്സ് ഉണ്ടാക്കാനായിട്ടൊരു പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കശുവണ്ടി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. കശുവണ്ടിയുടെ നിറം ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് 1 കപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം പൊടിച്ച് വെച്ചേക്കുന്ന പഞ്ചസാര ഏലക്കയുടെ മിക്സിൽ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഫില്ലിങ്സ്. ഇനി നമുക്കൊരു ദോശച്ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്ക് ദോശ ചുട്ടെടുക്കും പോലെ നമുക്ക് ആ ഫില്ലിങ്സിൻ്റെ ഇത് പരത്തിയെടുക്കാം. ഇനി അതൊന്ന് വെന്ത് വരുമ്പോൾ മറിച്ചിടാം. പെട്ടെന്ന് വെന്ത് വരും കേട്ടോ. ഇനി നമുക്ക് ആ ഫില്ലിങ്സ് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഓരോന്നായിട്ട് മടക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഏലാഞ്ചി റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഈസിയാണ്, ടേസ്റ്റിയാണ്.